ആവേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. എന്റെ സഹോദര സഹോദരി, കുരിശാകൃതിയിൽ രണ്ട് കരങ്ങളും വിരിച്ചു പിടിച്ചോളൂ. ദൂരങ്ങളിലൊക്കെ ഉള്ളവരുണ്ടല്ലോ, നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ ആയിരിക്കുന്നിടങ്ങളിൽ ഒരു തീരുമാനം പോലെ ദൈവം നൽകുന്നൊരു വാഗ്ദാനം സ്വീകരിക്കുന്നത് പോലെ കുരിശാകൃതിയിൽ ഇങ്ങനെ കരങ്ങൾ ഇങ്ങനെ വിരിച്ചു പിടിച്ച് ജോഷുവായ്ക്ക് കൊടുത്ത വലിയ വാഗ്ദാനം എന്നിലും സംഭവിക്കട്ടെ. ശക്തനായിരിക്കണം, ധീരനായിരിക്കണം, ഭയപ്പെടാൻ പാടില്ല, പരിഭ്രമിക്കാൻ പാടില്ല. കാരണം നിന്നോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ജോഷുവ പ്രവചനം 1:9. ഇതാ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെയും ശരീരത്തിൽ, മനസ്സിൽ, ആത്മാവിൽ, കുടുംബ ബന്ധങ്ങളിൽ, ജീവിത വഴികളിൽ സംഭവിക്കട്ടെ. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. രണ്ട് കരങ്ങളും കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ച് കണ്ണടച്ച് വിശ്വസിക്കണം. യെസ്, wherever I go, ഞാൻ എവിടെയെല്ലാം പോയാലും ഈ ശക്തി എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഏത് കാര്യത്തിൽ ഇടപെട്ടാലും ഈ ശക്തി എൻ്റെ കൂടെയുണ്ട്. ഒരുപക്ഷെ നമുക്ക് തോന്നും ഞാൻ തകർന്നു പോകുന്നു, ഞാൻ വെള്ളത്തിൽ താണു പോകുന്നു, ഈ തീക്കകത്ത് ഞാൻ വെന്തുരുകുന്നു, ഈ പ്രശ്നം എന്നെ മൂടുന്നു, ഞാൻ എന്തു ചെയ്യും? എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവ് നിനക്കിപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് വലിയൊരു വാഗ്ദാനം നൽകുകയാണ്. അത് നീ സ്വീകരിച്ചോണേ. നീ ശക്തനായിരിക്കണം, ധീരനായിരിക്കണം, ഭയപ്പെടാൻ പാടില്ല, പരിഭ്രമിക്കാൻ പാടില്ല. കാരണം നിന്റെ മുമ്പേ കർത്താവ് കടന്നു പോവുകയാണ്. കർത്താവ് നിന്റെ കരം പിടിച്ചിട്ടുണ്ട്. കുരിശിൽ കടന്ന് മരിച്ചവന്റെ ശക്തി നിന്റെ കൂടെയുണ്ട്. രണ്ട് കരങ്ങളും കുരിശാകൃതിയിലല്ലേ വിരിച്ചു പിടിച്ചിരിക്കുന്നത്. കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ അത് അനുഭവിക്കണം. യെസ്, ഞാനിപ്പോൾ ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നത് എനിക്ക് മുമ്പ് കുരിശിൽ കടന്ന് മരിച്ച യേശുവിൻ്റെ കുരിശോട് ചേർത്തുകൊണ്ടാണ്. നീ ഇപ്പോൾ ഈ കുരിശിൽ കടന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ വിശ്വസിക്കണം, ആ കുരിശിന് മറുവശത്ത് 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ ജീവിതമുണ്ട്. ആ കുരിശിൽ കടന്നുകൊണ്ട് ശക്തനായിരിക്കാൻ, ധീരനായിരിക്കാൻ, ഭയപ്പെടരുത്, പരിഭ്രമിക്കരുതെന്ന് പഠിപ്പിക്കുന്ന ശക്തനായ നസ്രായനായ യേശു നിന്റെ കൂടെയുണ്ട്. നിന്റെ ജീവിതത്തിന്റെ സകല ഞെരുക്കങ്ങളിലും ഭയങ്ങളിലും നിന്നോട് ഈ കുരിശിൽ കടക്കുന്നവൻ പറയുകയാണ്, നീ ഒരിക്കലും ഭയപ്പെടരുത്. ഒന്നിന്റെ മുമ്പിൽ നീ ചൂളിപ്പോകരുത്. ആരുടെയും വാക്കുകൾക്ക് മുമ്പിൽ നിന്റെ ജീവിതം നീ അടിമ വെക്കരുത്. മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് മുമ്പിൽ നിന്റെ ജീവിതത്തെ നീ തകർത്ത് കളയരുത്. കാരണം നിനക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ജീവിതമുണ്ട്. അത് വിലപ്പെട്ട ജീവിതമാണ്. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഏറ്റെടുക്കുന്ന കർത്താവെ. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര് ചിലര് വല്ലാണ്ട് തളർന്നവരുണ്ട്, വല്ലാണ്ട് ഭാരപ്പെട്ടവരുണ്ട്. ഇനി ജീവിതം എങ്ങനെ മുന്നോട്ട് നീങ്ങണമെന്നറിയാതെ വിഷമിക്കുന്നവരുണ്ട്. സഹോദര സഹോദരി, നീ വിശ്വസിക്കൂ, നീ വിശ്വസിക്കൂ. നിനക്കൊരു കുടുംബം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, നിനക്കൊരു ജീവിത പങ്കാളിയെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, നിനക്ക് മകനും മകളെയും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, നിനക്കൊരു ജോലി തന്നിട്ടുണ്ടെങ്കിൽ, നിന്നെ ഒരു ദേശത്ത് ദൈവം എത്തിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ജീവിക്കാൻ ആവശ്യമായതെല്ലാം ദൈവം നിനക്ക് തരും. ദൈവം നിനക്ക് തരും. കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു, ഈ ശുശ്രൂഷ സമയത്ത് ഏറ്റെടുക്കുന്നു. കർത്താവെ, ജോഷുവയുടെ പ്രവചനം 1:9 സംഭവിക്കട്ടെ. ശക്തനായിരിക്കണം, ധീരനായിരിക്കണം, പരിഭ്രമിക്കരുത്, ഭയപ്പെടരുത്. കാരണം സർവശക്തൻ എൻ്റെ കൂടെയുണ്ട്. വിശ്വസിക്കുന്ന ഓരോരുത്തരും നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ചോളൂ. എന്നിട്ട് ആ കുരിശിന്റെ ശക്തി നിന്റെ ശരീരത്തിൽ നിറയാൻ നീ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ശക്തി എന്നിൽ നിറയട്ടെ. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ. വിശ്വസിക്കുന്നവരെല്ലാവരും പറഞ്ഞേ ആമേൻ, ആമേൻ. വിശുദ്ധ ഗ്രന്ഥം നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ മേഖല തുറന്നു തരികയാണ്. എന്താണ് മക്കൾക്ക് കൊടുക്കേണ്ടതെന്ന് വിശുദ്ധ ഗ്രന്ഥത്തോട് ചോദിച്ചാൽ, വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു കൊച്ചു പുസ്തകമാണ് തോബിത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകം. തോബിത്തിന്റെ പുസ്തകം 14 അധ്യായങ്ങളുള്ള ഒരു ചെറിയ പുസ്തകമാണ്. ഈ 14 അധ്യായങ്ങളുള്ള ഈ ചെറിയ പുസ്തകത്തിൽ തോബിത്ത് എന്ന് പറയുന്ന അപ്പൻ തോബിയാസ് എന്ന് പറയുന്ന മകന് കൊടുക്കുന്ന ചില ഉപദേശങ്ങളുണ്ട്. ഇവിടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കേണ്ട 10 കൽപ്പനകളാണ് ഈ തോബിയാസിന് തോബിത്ത് കൊടുക്കുന്ന നിർദ്ദേശം. ഈ തോബിത്ത് എന്ന് പറയുന്ന അപ്പനെ കുറിച്ച് വചനം പഠിപ്പിക്കുന്ന എന്താണ്? ദാനധർമ്മം ചെയ്യുകയും
മറ്റുള്ളവർക്ക് പരോപകാര പ്രവൃത്തി ചെയ്യുകയും ദൈവസ്നേഹത്തിലും ദൈവഭക്തിയിലും അങ്ങേയറ്റം അടിയുറച്ചു വളരുകയും ചെയ്യുന്ന തോബിത്ത് മകന് കൊടുക്കുന്ന ചില ഉപദേശങ്ങൾ ബൈബിളുള്ളവർ തുറക്കണം. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 3-ഉം 4-ഉം തിരുവചനങ്ങൾ നമ്മളൊന്ന് വായിക്കുകയാണ്. 10 കൽപ്പനകളാണ്. നോട്ട് ബുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എഴുതിയെടുത്ത് പഠിക്കണം. 1-ാമത്തെ കൽപ്പന നമ്മൾ പഠിക്കുന്നത് ബുക്ക് ഓഫ് തോബിത്ത് ചാപ്റ്റർ 4 വേഴ്സ് 3 and 4. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 3-ഉം 4-ഉം തിരുവചനം. 10 കൽപ്പനകൾ തോബിത്ത് നൽകുന്നു. 1-ാമത്തെ കൽപ്പന വായിക്കാം. അവൻ മകനെ വിളിച്ചു പറഞ്ഞു, മകനെ, ഞാൻ മരിക്കുമ്പോൾ എന്നെ സംസ്കരിക്കുക. നിന്റെ അമ്മയുടെ കാര്യം ഒരിക്കലും മറക്കരുത്. അതെ, ജീവിതകാലം മുഴുവൻ അവളെ ആദരിക്കണം. അമ്മയുടെ ഹിതം നോക്കണം. ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത്. അതെ, അടുത്ത വചനം കൂടെ വായിച്ചോ. മകനെ, നിന്നെ ഉദരത്തിൽ വഹിക്കുന്ന കാലത്ത് അവൾ നിനക്ക് വേണ്ടി വളരെ അപകടങ്ങളെ നേരിട്ടിട്ടുണ്ടെന്ന് ഓർക്കണം. മരിക്കുമ്പോൾ അവളെ എനിക്ക് സമീപം അതേ ശവകുടീരത്തിൽ സംസ്കരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ അപ്പൻ, തോബിത്ത് എന്ന് പറയുന്ന അപ്പൻ മകൻ തോബിയാസിന് കൊടുക്കുന്ന ഉപദേശം എവിടെ വെച്ചാന്നറിയോ? മരണക്കിടക്കയിൽ വെച്ച് അവസാനമായിട്ട് മകനോട് പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങൾ, തൻ്റെ അന്ത്യ അഭിലാഷം പോലെ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്. മകനെ, 1-ാമത്തെ കൽപ്പന എന്നാന്നറിയോ? നിന്റെ അമ്മയെ നീ മറക്കരുത്, നിന്റെ അമ്മയെ നീ വേദനിപ്പിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എനിക്കും നിനക്കും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കൽപ്പന പോലെ തോബിത്ത് പറയുകയാണ്, നിന്റെ അമ്മയെ നീ മറക്കരുത്, അമ്മയെ നീ മറക്കരുത്, അമ്മയെ വേദനിപ്പിക്കരുത്. 1-ാമത്തെ കൽപ്പന അതാണ്. നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ആരെയെങ്കിലും ഒന്ന് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റിയ ചില കാര്യങ്ങളാണ് ഇത് പറയുന്നത്. നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. എടാ മകനെ, മകളെ, ദേ തോബിത്തിന്റെ പുസ്തകം എടുത്ത് വായിക്കടാ എന്ന് പറഞ്ഞ് മകനെ പഠിപ്പിക്കണം, മകളെ പഠിപ്പിക്കണം. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കേണ്ട സമ്പത്ത് എന്താണെന്ന് ചോദിച്ചാൽ ദേ വചനം പറയുന്നു, മരണക്കിടക്കയിൽ കിടക്കുന്ന അപ്പൻ. നമ്മുടെ വീട്ടിലും പലരും മരണക്കിടക്കയിൽ കിടപ്പുണ്ടല്ലോ. എന്നിട്ട് എന്താ പറയണം മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട്? ചിലരൊക്കെ വീടുകളിലെ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ചിലതൊക്കെ പറയുന്നുണ്ടല്ലോ, അല്ലേ? കഴിഞ്ഞ നാളിൽ ഞാൻ ഇന്നാൾ ഒരാളിൽ നിന്ന് കേട്ടതാണ്, ചത്താലും ഞാൻ ക്ഷമിക്കുകേല. മരിക്കാൻ പോകുന്നതിന് മുമ്പുള്ള ഡയലോഗാണ്. അയൽവാസിയുമായിട്ടുള്ള വഴക്ക് തുടങ്ങിയിട്ട് കുറെ വർഷമായി. ഇയാൾ എങ്ങനെയെങ്കിലും പറഞ്ഞ് ഒപ്പിട്ടൊരു പേപ്പറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നം അങ്ങോട്ട് തീർക്കാം. മക്കളുടെ ആഗ്രഹമാണ് അപ്പനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിടിപ്പിക്കണം. അതിനൊരു വൈദികൻ എന്ന നിലയിൽ എന്നെയും കൂടെ പിടിച്ചു നിർത്തിയിരിക്കുക. ചാകാൻ കിടക്കുമ്പോഴേ അപ്പം പറയും, ഇല്ലല്ലോ ചത്താലും ഞാൻ ക്ഷമിക്കുകേല. ഇതാണോ പറയേണ്ടത്? നിന്റെ ജീവിതത്തിൽ നിന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? നിന്റെ മാതാപിതാക്കളെ നീ മറക്കരുത്, അമ്മയെ നീ മറക്കരുതെന്ന് അപ്പം പറയുന്നത് പോലെ തന്നെ അമ്മ മകനോടോ മകളോടോ പഠിപ്പിക്കേണ്ടത് എന്താ? അപ്പനെ നീ മറക്കരുത്, അപ്പനെ നീ വേദനിപ്പിക്കരുത്, അവരെ നീ പൊന്നുപോലെ കാക്കണം. ഇത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കാലം അങ്ങോട്ട് വളർന്നുകൊണ്ടിരിക്കുവാണേ. ഈ വളർച്ചയുടെ പാതയിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാവോ? നിങ്ങളുടെയൊക്കെ മക്കൾ എവിടെയുണ്ട്? വീട്ടിലുണ്ടോ? ഇല്ലെന്ന്. കാനഡയിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും UK-യിലൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുവാണ്. നല്ല കാര്യം, മക്കൾ വളരട്ടെ, നല്ല കാര്യം. അപ്പൊ ചോദ്യം, നിങ്ങളുടെ അവസ്ഥ എന്താണ്? എന്താ നിങ്ങളുടെ അവസ്ഥ? കഴിഞ്ഞ ദിവസം ഒരു അമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞത്, അച്ഛാ എൻ്റെ മകൻ ന്യൂസിലൻഡിലുണ്ട്, അവൻ്റെ ഫോൺ നമ്പർ ഇതാ, അച്ഛനൊന്ന് അവനോട് സംസാരിക്കുവോ? ഞാൻ ചോദിച്ചു, എന്തിനാ ഞാൻ സംസാരിക്കണ്ടേ? അച്ഛാ, അവൻ വിളിച്ചിട്ട് ഇപ്പോൾ 6 മാസം കഴിഞ്ഞു. അവനാണ് വല്ലപ്പോഴും ഞങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നത്, എന്തെങ്കിലുമൊക്കെ അയച്ചു തരുമായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. ഞാൻ ചോദിച്ചത്, എന്താ അങ്ങനെ പറ്റിയേ? അച്ഛാ, അവൻ കല്യാണത്തിന് ശേഷം അവൻ്റെ സ്വഭാവത്തിലൊരു മാറ്റം. അവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവള് പറയുന്നത് മാത്രമേ അവൻ കേൾക്കുള്ളൂ അച്ഛാ. ഇപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഔട്ടായി. അവള് പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ. അവൾ അവനോട് പറയുന്ന അതൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. അച്ഛാ, എൻ്റെ മകനെ അച്ഛനൊന്ന് ഫോൺ വിളിച്ചൊന്ന് സംസാരിക്ക്, ഞങ്ങളെക്കുറിച്ചൊന്ന് ശ്രദ്ധയുണ്ടാവട്ടെ. എൻ്റെ മാതാപിതാക്കളെ മക്കൾക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങളിൽ 1-ാമത്തെ ഉപദേശമാണ് ഏത്? ജീവിതം. അതായത് മാതാപിതാക്കളെ സ്നേഹിക്കണം, അവരെ വേദനിപ്പിക്കരുത്, അവരെ കണ്ണുനീര് കുടിപ്പിക്കരുത് എന്നുള്ള ഉപദേശം. വലതുകരം ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. രണ്ടാമത്തെ ഉപദേശം തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 5-ാം തിരുവചനം ഒന്ന് വായിച്ചേ. 4-ാം അധ്യായം 5-ാം തിരുവചനം. ബുക്ക് ഓഫ് തോബിത്ത് ചാപ്റ്റർ 4 വേഴ്സ് 5. മകനെ ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്. കണ്ടോ ശ്രദ്ധിച്ചേ. നിന്റെ ജീവിതകാലം മുഴുവൻ ദൈവത്തെക്കുറിച്ചൊരു ചിന്ത നിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കൽപ്പനയാണ്. നിന്റെ ജീവിതകാലം മുഴുവൻ ദൈവകാര്യങ്ങളോടൊരു ശ്രദ്ധ നിനക്കുണ്ടായിരിക്കണം. മക്കൾ എവിടെ പോയി കഴിഞ്ഞാലും അവരോട് പറയണം, മക്കളെ, നിങ്ങളുടെയൊക്കെ മക്കൾ വിദേശങ്ങളിലോട്ടൊക്കെ പോയിട്ടുണ്ട്, ജർമ്മനിയിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, നല്ല കാര്യം. മക്കളെ നിങ്ങൾ ഫോൺ ചെയ്യാറുണ്ടല്ലോ. എടാ മകനെ, നിനക്ക് പാർട്ട് ടൈം ജോലി ഇന്ന് കിട്ടിയോ, നാളെ കിട്ടിയോ, മിനിഞ്ഞാന്ന് കിട്ടിയോ ചോദിക്കുമല്ലോ. എടാ നീ ഉറങ്ങിയോ, ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമല്ലോ, നല്ല കാര്യം. നിങ്ങൾ ചോദിക്കാറുണ്ടോ, മകനെ, എടാ നീ ഇന്ന് കുരിശ് വരച്ചോടാ, എടാ നീ ഇന്ന് കൊന്ത ചൊല്ലിയോടാ, എടാ അടുത്തുള്ള പള്ളി നീ കണ്ടുപിടിച്ച് പള്ളി പോയോടാ, എടാ ദീപബലിയിൽ പങ്കെടുത്തോടാ, അവിടെ ഏതെങ്കിലും പ്രയർ ഗ്രൂപ്പ് ഉണ്ടോടാ, ചോദിക്കണം. അപ്പൊ മക്കൾ എന്തു പറയും? അയ്യോ മമ്മി, എൻ്റെ ഡാഡി ഇവിടെ എങ്ങും അങ്ങനെയൊന്നും ഇല്ല. പൊട്ടത്തരം. കാരണം എന്താ? ഇന്ന് മലയാളി ഇല്ലാത്ത ഒരു സ്ഥലവും ഇല്ല. ചന്ദ്രനിൽ പോലും മലയാളികൾ എത്തിയിട്ടുണ്ടെന്നാണ് ആരൊക്കെയോ പറയണ കേട്ടത്. ഇങ്ങോട്ട് നോക്കിക്കേ, എവിടെ പോയാലും മലയാളികൾ അവരുടേതായ ഒരു പ്രയർ ഗ്രൂപ്പും ഒരു പള്ളിയും ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇഷ്ടം പോലെ ദേവാലയങ്ങളുണ്ട്. ദേവാലയങ്ങളിൽ അവരില്ലാത്തത് കൊണ്ട് ആരാ ഇപ്പോൾ ഉള്ളത്? മലയാളികളാണ് ഉള്ളത്. അവർക്ക് അവിടെ പള്ളിയുണ്ട്, പ്രാർത്ഥനയുണ്ട്, പ്രയർ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ മക്കളോട് പറയണം, മക്കളെ എടാ കണ്ടുപിടിക്കടാ, അവിടെ അടുത്തുണ്ടെന്ന്. അവിടെ പ്രയർ ഗ്രൂപ്പ് ഉണ്ട്, അവിടെ പള്ളിയുണ്ട്, കുർബാനയുണ്ട്. എടാ നീ ഒന്ന് വിചാരിച്ചൊന്ന് കണ്ടുപിടിച്ചേ, അവിടുത്തെ ആളുകളോടൊക്കെ ചോദിച്ചേ. നമ്മുടെ മക്കൾ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരടുത്തുള്ള എല്ലാ പിക്നിക് സ്പോട്ടുകളും കണ്ടുപിടിക്കും. അങ്ങനെയല്ലേ? ഈ അവധിക്കാലത്ത് വിദേശത്തു നിന്ന് നമ്മുടെ വീട്ടുകാരൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ വീടിനപ്പുറത്ത് വെള്ളച്ചാട്ടം ഉണ്ട്, ഇപ്പുറത്തൊരു ചായക്കട ഉണ്ടെന്നൊക്കെ എങ്ങനെ നമ്മൾ പോലും അറിയാത്തത് അവർ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ കണ്ടുപിടിച്ചിട്ടല്ല അവർ വരുന്നത്. ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എല്ലാം കണ്ടിട്ടാണ് വരുന്നത്, അല്ലേ? അച്ഛൻ്റെ വീടിൻ്റെ അപ്പുറത്ത് മീൻ വിൽക്കുന്നൊരു കടയുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഈ കടയോ? ഏത് കട? ആ കട പണ്ടേ ഉണ്ടല്ലോ അച്ഛാ, അത് ഫേമസ് ആണ്. അത് ശരി, ആണോ? എങ്ങനെ ഫേമസ് ആയി? ഇൻസ്റ്റാഗ്രാമിൽ ഫേമസ് ആയി. അത് അവൻ അമേരിക്കയിൽ ഇരുന്ന് കണ്ടുപിടിച്ചു. എൻ്റെ വീടിനപ്പുറത്തുള്ള ചായക്കടയും എൻ്റെ അപ്പുറത്തുള്ള മീൻ കടയും ഒക്കെ ഇന്ന് നാട്ടുകാർക്കറിയാം, ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയാം. നല്ല കാര്യം. അങ്ങനെയാണെങ്കിൽ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ഇതുപോലെ ഒരു ശ്രദ്ധ വേണ്ടേ? പള്ളി എവിടെയുണ്ട്, കുർബാന എവിടെയുണ്ട്, അച്ഛൻ എവിടെയുണ്ട്, കുമ്പസാരം എവിടെ കിട്ടും, പ്രയർ ഗ്രൂപ്പ് എവിടെയുണ്ടെന്നൊക്കെ അന്വേഷിക്കാനായിട്ടുള്ള ഒരു മനസ്സ് നമ്മുടെ മക്കൾക്കുണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവകാര്യങ്ങളോടുള്ള ഒരു വിശ്വസ്തതയുണ്ടായിരിക്കണം. വലതുകരം ഉയർത്തിപ്പിടിച്ച് രണ്ടാമത്തെ കൽപ്പനയാണ്. ഈ കൽപ്പന ഒച്ചത്തിലൊന്ന് പറഞ്ഞേ, മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമത്തെ കൽപ്പന, തോബിയാസിന് കൊടുത്ത മൂന്നാമത്തെ കൽപ്പന, തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 8, 9, 10 ഒന്ന് വായിച്ചു കേൾക്കാം. സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക. കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത്. ദരിദ്രകാലത്തേക്ക് ഒരു നല്ല സമ്പാദ്യം നേടിവെക്കുകയായിരിക്കും നീ അതുവഴി ചെയ്യുന്നത്. അടുത്ത വചനം കേട്ടോളൂ. എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും. എന്ത്? ദാനധർമ്മം. എന്താണ് ദാനധർമ്മം എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, എന്ത് ചെയ്യാനുള്ള മനസ്സ്? കൊടുക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം. അത് പണം മാത്രമല്ല. പലപ്പോഴും ഈ ധ്യാന കേന്ദ്രങ്ങളിലോ ഏതെങ്കിലും പള്ളിയിലൊക്കെ കൊടുക്കണമെന്ന് പറയുമ്പോൾ പലരുടെ നെറ്റി ചൊളിഞ്ഞ് ചിന്തിക്കുന്നത് സ്തോത്രക്കാഴ്ചയെ കുറിച്ചാണ്. അതല്ല പറയണത്. ദൈവത്തിനും ദൈവകാര്യങ്ങൾക്കും കൊടുക്കാനുള്ള മനസ്സ്, നിങ്ങൾക്കുള്ള സമയം. നിങ്ങൾക്ക് സമയമുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂറുണ്ട്. 24 മണിക്കൂറിന്റെ ദശാംശം ദൈവകാര്യങ്ങൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കണം. നിങ്ങൾക്കുള്ള കഴിവുകൾ, പലതരം കഴിവുകളുണ്ട്.
ആ കഴിവുകൾ ദൈവകാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം. നിങ്ങൾക്കുള്ള സമ്പത്ത് എല്ലാം ഇങ്ങോട്ട് പോരട്ടെ അതല്ല വേണ്ടത്. കൊടുക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം. മലയാളത്തിൽ പറയും കൊടുത്താൽ കൊല്ലത്തും കിട്ടും. അതെന്താ അങ്ങനത്തെ പ്രത്യേകത? കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? എനിക്ക് കുറെ നാളായിട്ടൊരു സംശയമായിരുന്നു, ഇതെന്താണ് ദൈവമേ കൊടുത്താൽ കൊല്ലത്തും കിട്ടും, കൊല്ലത്ത് എന്താണാവോ ഇത്ര പ്രത്യേകത? അങ്ങനെ ഇരിക്കുകയാണ് കൊല്ലത്ത് പോർട്ട് കൊല്ലം എന്ന് പറയുന്ന തീരദേശ കൺവെൻഷന് ചെന്നു. എൻ്റെ ഉള്ളിലെ ചോദ്യമുണ്ട്, ഏതാ ചോദ്യം? കൊടുത്താൽ കൊല്ലത്തും കിട്ടും, ഇതെന്താ ഇവിടുത്തെ പ്രത്യേകത? അപ്പൊ കൺവെൻഷന് എന്ന് നമ്മുടെ ബോട്ടാശ്രമത്തിൽ ടീം മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് ചെന്നു. ഞങ്ങളൊരു 5-6 പേരുണ്ട്, അവിടെ പള്ളിയിൽ താമസിക്കുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ മുതൽ 5 ദിവസത്തെ കൺവെൻഷന് വിഭവസമൃദ്ധമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് ഒരു വീട്ടുകാരാണ്. അപ്പൊ ഞാൻ വികാരിയച്ഛനോട് പറഞ്ഞു, അച്ഛാ ഈ 5 നേരം ഈ 5 ദിവസവും ഒരു വീട്ടുകാര് തന്നെ ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് അവർക്ക് വലിയൊരു ഭാരമായിരിക്കും. വേണമെങ്കിൽ പലർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം, എന്തിനാ ഒരു കുടുംബത്തെ ഭാരപ്പെടുത്തുന്നത്? ഉടനെ വികാരിച്ചൻ പറഞ്ഞു, അയ്യോ അവർക്കത് ഭാരമല്ല എന്ന് മാത്രമല്ല അവർ വിട്ടുകൊടുക്കുകയല്ല, അത് അവർ കൊടുക്കുമെന്നാ പറയണേ. അപ്പൊ ഇത് 1-ാം ദിവസം പറഞ്ഞു. അപ്പൊ ഇതാരാണ് ഈ കൊടുക്കുന്നതെന്നറിയാൻ എനിക്കൊരു വലിയ ആകാംക്ഷ. 2-ാം ദിവസമായി 3-ാം ദിവസമായപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഈ ഭക്ഷണം തരുന്നവരെ ഒന്ന് കണ്ടാ കൊള്ളാം, എനിക്ക് അവരുടെ ഒന്ന് വീട് വരെ ഒന്ന് പോയി ഒന്ന് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് എനിക്കൊരു ചിന്ത. കാരണം ഒരു 3-4 ദിവസം നമുക്ക് ഭക്ഷണം തരുന്നവരല്ലേ, അവരുടെ വീടൊന്ന് കാണണം. അതച്ഛ ഇവിടെ അടുത്ത് തന്നെയാ. അച്ഛൻ വഴിയൊക്കെ പറഞ്ഞു തന്നു. ഞാൻ 1-2 ശുശ്രൂഷകരും കൂടെ കടൽ തീരത്താണേ. ഞാൻ അങ്ങോട്ട് നടന്നു പോകുമ്പോഴത്തേക്ക് കാണുന്നത് എല്ലാം പാവപ്പെട്ട കുടിലുകളാണ്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നു, ഇവിടുന്ന് എവിടെയാണാവോ ദൈവമേ ഈ ഇത്രയും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരണ്ടേ ഇത്രയും പേർക്ക് ഇത്രയും നേരം? ഇതാരാ? ഞാൻ പറഞ്ഞ വികാരിയച്ഛൻ പറഞ്ഞ സ്ഥലത്തെത്തി. ഒരു കൊച്ചു കുടില്, ഒരു ചെറിയ മുറി മാത്രമേ ഉള്ളൂ. ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, തൊട്ടടുത്തുള്ള ഒരു 3-4 ചേച്ചിമാരൊക്കെ ഇവിടുന്ന് പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുക, ശുശ്രൂഷകർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നു. ഒരു പാവപ്പെട്ട കുടുംബം, മുക്കുവര. അപ്പൊ ചെന്നോടനെ ഇവർക്ക് വലിയ സന്തോഷമായി. ഈ ഭാര്യയും ഭർത്താവും കൂടെ പറഞ്ഞു, അച്ഛാ ഒത്തിരി സന്തോഷം ഈ വീട്ടിൽ വന്നതിന്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചു, അല്ല എൻ്റെ ഒരു സംശയം, നിങ്ങൾക്ക് എന്താണാവോ ഇങ്ങനെ ഈ അച്ഛന്മാർക്കോ ശുശ്രൂഷകർക്കോ ഭക്ഷണം കൊടുക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ഇതൊരു വല്ലാത്ത കടുംപിടുത്താണ്. കാരണം 5 ദിവസവും വേറെ ആർക്കെങ്കിലും കൊണ്ട് കുടിപ്പിച്ച പോരെ, നിങ്ങൾക്കില്ലല്ലോ. അല്ല അച്ഛാ അങ്ങനെ പറയല്ല അച്ഛാ, ഞങ്ങൾ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം അച്ഛാ ഞങ്ങൾ ചെയ്യും അച്ഛാ, അത് കർത്താവ് തന്നോളൂ. എന്തൊരു വിശ്വാസം എന്നറിയോ? സംസാരിച്ചു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇവർക്ക് മക്കളില്ലാതിരുന്നൊരു കുടുംബമാണ്. നാളുകളായിട്ട് സങ്കടത്തിലായിരുന്നു ഈ ഭാര്യയും ഭർത്താവും. ഇവരിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അവിടെ ഒരു ധ്യാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ശുശ്രൂഷ സംഘം അവിടെ വന്നത്, ഒരു കൺവെൻഷന്. അപ്പൊ അവിടുത്തെ വികാരിയച്ഛൻ പറഞ്ഞു, ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ ആർക്കെങ്കിലും മനസ്സുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ ഇവര് പറഞ്ഞു, നമുക്ക് ഏതായാലും മക്കളൊന്നും ഇല്ലല്ലോ, നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം ഈ ശുശ്രൂഷകർക്ക് കൊടുക്കാം. അങ്ങനെ ഇവർ ഈ ശുശ്രൂഷകർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു. ശുശ്രൂഷകർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇന്ന് ഭക്ഷണം തന്ന വീട്ടിലൊന്ന് പോകണം. ഞാൻ ചെന്നതുപോലെ തന്നെ അവരാ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീടിന്റെ അവസ്ഥ സങ്കടത്തിന്റെ അങ്ങേയറ്റം, കുഞ്ഞില്ലാത്തതിന്റെ ദുഃഖം, സാമ്പത്തിക ഞെരുക്കം, എല്ലാ ഞെരുക്കവും ഉണ്ട്. ആ കുടുംബത്തിന് വേണ്ടി ആ ശുശ്രൂഷകർ പ്രാർത്ഥിച്ചു. എന്നിട്ട് അവരൊരു വലിയ ബ്ലെസ്സിങ് നടത്തിയിട്ട് പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് തരും. ഈ അപ്പനും അമ്മയും കൂടെ എന്റെ മുമ്പിൽ നിന്നിട്ട് പറയാം, അച്ഛൻ വിശ്വസിക്കുന്നറിഞ്ഞുകൂടാ, പിറ്റേ വർഷം എന്റെ ഭാര്യ ഗർഭവതിയായെന്ന് മാത്രമല്ല അച്ഛാ, എന്റെ ഭാര്യ ഒറ്റ പ്രസവത്തിൽ 2 കുഞ്ഞുങ്ങൾ. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു കയ്യടി കർത്താവ് ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതിനുശേഷം ഒരു കുഞ്ഞിനെയും കൂടെ തന്നു. 3 കുഞ്ഞുങ്ങളുണ്ട് അച്ഛാ. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിരിക്കുക, വൈകുന്നേരം വരുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം. അച്ഛാ ഈ വീട്ടിലുണ്ടല്ലോ കർത്താവ് തന്ന സമ്പത്താണത്, 3 കുഞ്ഞുങ്ങൾ. അച്ഛൻ ഞങ്ങൾ ഒരു കാര്യം തീരുമാനം എടുത്തു ആ ശുശ്രൂഷയോട് ചേർന്ന്. എന്താണെന്നറിയാവോ? ഇവിടെ ആരെല്ലാം ധ്യാനിപ്പിക്കാൻ വന്നാലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് സഹായിക്കും. ഞങ്ങൾക്ക് പ്രസംഗിക്കാനൊന്നും അറിഞ്ഞുകൂടാ, പക്ഷെ ഈ ശുശ്രൂഷയ്ക്ക് സഹായിക്കാൻ, എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുമല്ലോ അച്ഛാ, ഞങ്ങൾ ഭക്ഷണം വെച്ചു കൊടുക്കും. അച്ഛാ നോ എന്ന് പറയരുത്, അത് ഞങ്ങളുടെ ആഗ്രഹമാണ്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും. മനസ്സിലാവണുണ്ടോ ആവോ? കൊടുക്കാനുള്ള മനസ്സുണ്ടോ ദൈവം തന്നിരിക്കും. അതുകൊണ്ട് ആ വചനം പഠിപ്പിച്ച എന്താണ്? 10-ാം തിരുവചനം പറയുന്നത് എന്തെന്നാൽ, ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കും. അയ്യോ, ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുമെന്ന്.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? നിന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കും, മരണത്തിൽ നിന്ന് രക്ഷിക്കും. ദാനധർമ്മം കൊടുക്കാനായിട്ട് നീ ഒരു മനസ്സ് കാണിച്ചാൽ നിന്നെ മരണ ഭയത്തിൽ നിന്ന് രക്ഷിക്കും, മരണ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കും. എന്നിട്ട് വചനം പറയുന്നത് അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും. അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന്, അപകടത്തിൽ പെടുന്നതിൽ നിന്ന്, നിരാശയ്ക്ക് അടിമപ്പെടുന്നതിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. എന്ത്? ദാനധർമ്മം കൊടുക്കാനൊരു മനസ്സുണ്ടാവണം. ഇതെല്ലാം കൂടെ ഈ പിടിച്ചു കെട്ടി അവസാനം എന്തു പറ്റും? പല കുടുംബങ്ങളിലും കണ്ടിട്ടില്ലേ, അപ്പൻ പിശുക്കൻ ഇതെല്ലാം കൂടെ പിടിച്ചു കെട്ടി ഇങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് എന്ത് സംഭവിക്കും? മകൻ വളരുന്നു, ഒറ്റ വർഷം കൊണ്ട് പിടിച്ചു കെട്ടിയതെല്ലാം ധൂർത്തനായ മകൻ തീർന്നു. ഈ അപ്പൻ ഇത്രയും നാളും പിടിച്ചു വെച്ച എന്തിനായിരുന്നു? ഉള്ള കാര്യം ശ്രദ്ധിച്ചോ, പഠിച്ചോളൂ. ജീവിതത്തിൽ ദൈവം തരുമ്പോൾ നാളെ എന്താകുന്നല്ല, കിട്ടിയതിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. കൊടുക്കുന്തോറും ദൈവം തരും. എല്ലാം തികഞ്ഞിട്ട് കൊടുക്കാമെന്ന് കരുതിയാൽ അങ്ങനെ ഒരു ദിവസമില്ല. ചിലരങ്ങനെയല്ല ചിന്തിക്കുന്നത്. തികഞ്ഞിട്ട് കൊടുക്കാം, എനിക്ക് തികയട്ടെ എന്ന് തികയും. ജീവിതകാലത്ത് തികയുമോ? ഒരിക്കലും തികയാലാത്ത ആർത്തിയാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ. പിന്നെ എങ്ങനെ കൊടുക്കും? അതുകൊണ്ട് കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നാലാമത്തെ കൽപ്പന, മകന് കൊടുത്ത നാലാമത്തെ കൽപ്പന, തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 12-ാം തിരുവചനം വായിച്ചേ. 12-ാം തിരുവചനം, ചാപ്റ്റർ 4 വേഴ്സ് 12. എല്ലാത്തരം അധാർമികതയിലും നിന്ന് നിന്നെ കാത്തുകൊള്ളുക. നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക. നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക. അന്യജനതകളിൽ നിന്ന് വിവാഹം ചെയ്യരുത്. നാം പ്രവാചകന്മാരുടെ സന്തതികളാണ്. മകനെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ നോഹ, അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരെല്ലാം തങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നാണ് ഭാര്യമാരെ തെരഞ്ഞെടുത്തത് എന്ന കാര്യം നീ അനുസ്മരിക്കണം. സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി അവരുടെ പിൻതലമുറ ദേശം അവകാശമാക്കും. കാര്യം വ്യക്തമാണല്ലോ, അധികം വിവരണം വേണ്ടല്ലോ. പ്രത്യേകിച്ച് വിവാഹ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിന്റെ വിശ്വാസം നശിപ്പിക്കുന്ന ബന്ധങ്ങൾ തേടിപ്പോയേക്കരുത്. പ്രത്യേകിച്ചൊക്കെ മക്കളൊക്കെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ, വീട്ടിലിരിക്കുന്ന അവസ്ഥയല്ല, പുറത്തോട്ടൊക്കെ പോകുമ്പോൾ അവരുടെ ലോകം വിശാലമായി അവർ പലതും കാണാൻ കേൾക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അവർ പുതിയ ന്യായവാദങ്ങളൊക്കെ ആയിട്ട് വരും. നല്ല മനുഷ്യനായ പോരെ, ക്രിസ്ത്യാനി ആയിരിക്കണമെന്ന് നിർബന്ധം ഉണ്ടോ? വരുമെന്ന് ചേട്ടാ, വരും, മകൻ വരും. നല്ല പെൺകുട്ടിയായാ പോരെ, നല്ല സ്വഭാവമായാ പോരെ, ഈശോയിൽ വിശ്വസിക്കുന്ന ആളായിരിക്കണം നിർബന്ധമൊന്നും ഇല്ലല്ലോ. എന്നിട്ട് പിന്നെയും വരും അവർ. അടുത്ത ആലോചനകൾ എന്താണ്? ഞാൻ സന്തോഷമായിട്ടിരിക്കാനല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എൻ്റെ സന്തോഷം ഇതാണ്, അപ്പോൾ നിങ്ങൾ ഇത് അംഗീകരിക്കൂ. വരും, ഇഷ്ടം പോലെ ന്യായവാദങ്ങളൊക്കെ ആയിട്ട് വരും. ആ സമയത്ത് അവർ കാണിക്കുന്ന ബഹളങ്ങളും അവരുടെ ഇഷ്ടങ്ങളും ഒന്നും അല്ല. ഒരു 1-2 വർഷം കഴിയുമ്പോഴെന്ന് ബുദ്ധിയും ബോധമുള്ള നമുക്കറിയാം, പല അനുഭവങ്ങളും കണ്ടിട്ടുണ്ട്. വിശ്വാസപരമായ കാര്യങ്ങളെ ചതിച്ചുകൊണ്ട് ഒരു ബന്ധങ്ങളിൽ പോകുന്നത് നല്ലതല്ലെന്ന് ഞാനല്ല പറയണത്, വചനം പഠിപ്പിക്കുന്നു. വചനം നിന്റെ ജീവിതത്തിൽ ബന്ധങ്ങൾ, വിവാഹം, മുമ്പോട്ടുള്ള ജീവിത വഴികളെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. വലതുകര ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 5-ാമതായിട്ട് കൽപ്പന തോബിത്ത് മകന് കൊടുക്കുന്നത്. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 5-ാം തിരുവചനത്തിന്റെ 2-ാം ഭാഗം, 5-ാം തിരുവചനത്തിന്റെ പാർട്ട് ബി. വചനം എന്താ പഠിപ്പിക്കുന്നത്? ജീവിതകാലം മുഴുവൻ നിന്റെ പ്രവർത്തികൾ നീതിനിഷ്ഠമായിരിക്കട്ടെ, അനീതി പ്രവർത്തിക്കരുത്. എന്നിട്ട് അടുത്ത വചനം കൂടെ ചേർത്ത് വെച്ചോളൂ. നിന്റെ പ്രവർത്തികൾ സത്യനിഷ്ഠമായിരുന്നാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും. നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ ദാനം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. വചനം പഠിപ്പിക്കുന്നു, നീ നീതിയോടെ ജീവിച്ചാൽ നിനക്ക് ഐശ്വര്യം ഉണ്ടാവും. ആരെയും ചതിക്കരുത്. മക്കളോട് പറയണം, എടാ മകനെ, എടാ മകളെ, ആരെയും ചതിക്കരുത്. പ്രത്യേകിച്ച് ചതിയുടെയൊക്കെ കാലം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പലതരത്തിലാണ് ചതികൾ. ചതിക്കുന്ന സ്വഭാവങ്ങളിൽ നിങ്ങൾ കൂട്ടുചേരരുത്. മക്കളോട് പറഞ്ഞു കൊടുക്കണം, നല്ല സ്വഭാവ രീതികൾ ഉണ്ടായിരിക്കണം, ചതിക്കരുത്. ഹല്ലേലൂയാ,
ലേലിയ. തോബിയാസിനോട് തോബിത്തെന്ന് പറയുന്ന അപ്പം പറഞ്ഞു കൊടുത്തു, മകനെ നീ അമ്മയെ മറക്കരുത്, അവളെ ആദരിക്കണം, അവളെ ആദരിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം. രണ്ടാമത്തെ കൽപ്പനയായിട്ട് പഠിപ്പിച്ചു, നിന്റെ ദൈവമായ കർത്താവിനെ നീ ഓർക്കണം. മൂന്നാമത്തെ കൽപ്പനയായിട്ട് പഠിപ്പിച്ചു, മകനെ നീ ദാനധർമ്മം ചെയ്യണം. നാലാമത്തെ കൽപ്പനയായിട്ട് പഠിപ്പിച്ചു, വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ബന്ധങ്ങളിലേക്ക് പോയേക്കരുത്. അഞ്ചാമത്തെ കൽപ്പനയായിട്ട് പഠിപ്പിച്ചു, നീ ആരെയും ചതിക്കരുത്, നീതിനിഷ്ഠമായിട്ട് ജീവിക്കണം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, ഒരുപക്ഷെ ജീവിതത്തിൽ മക്കളോടൊന്നും പറയാൻ പറ്റാത്തതിൻ്റെ സങ്കടമുള്ളവരുണ്ട്. കൊടുക്കാവുന്നതൊക്കെ കൊടുത്തു, എന്നാൽ ദൈവത്തെ കൊടുക്കാൻ പറ്റിയില്ല. ജീവിതത്തിൽ ഒരു പരാജയപ്പെട്ട ഒരു പേരൻറ്റിംഗ് ആണ് എൻ്റെത് എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാവും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവസന്നിധിയിൽ എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവമേ, ഇപ്പോൾ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് ദൈവത്തെ കൊടുക്കാൻ ഞങ്ങൾക്ക് ശക്തിയും ബലവും വേണം. ഞങ്ങൾക്ക് സംഭവിച്ച പരാജയങ്ങൾ ഓർത്ത് മാപ്പി ചോദിക്കുന്നു. കരങ്ങൾ ഉയർത്തുന്ന സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. തോബിത്തെന്ന് പറയുന്ന പഴയ നിയമത്തിലെ ദൈവപുരുഷൻ നമ്മളെ പഠിപ്പിക്കുന്നു. തോബിയാസിന് കൊടുത്ത ഉപദേശം ഈ കാലഘട്ടത്തിലും അത്യാവശ്യമാണ്. നിന്റെ അമ്മയെ നീ മറക്കരുത്, അവളെ വേദനിപ്പിക്കരുത്. ദൈവത്തെക്കുറിച്ചും ദൈവകാര്യങ്ങളെക്കുറിച്ചും നിനക്ക് ശ്രദ്ധയുണ്ടായിരിക്കണം. ദൈവ ശുശ്രൂഷ ചെയ്യാൻ നിനക്ക് താല്പര്യമുണ്ടായിരിക്കണം. ദാനധർമ്മം ചെയ്യാൻ നിനക്ക് മനസ്സുണ്ടായിരിക്കണം. നിന്റെ ജീവിതത്തിൽ ബന്ധങ്ങൾ, പ്രത്യേകിച്ച് വിവാഹ ജീവിതങ്ങളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നിന്റെ വിശ്വാസത്തെ നശിപ്പിക്കുന്ന ഒരു ബന്ധത്തിലേക്കും പോയേക്കരുത്. തമ്പുരാന്റെ മുമ്പിൽ മക്കളെ സമർപ്പിക്കുക. ഒരുപക്ഷെ ഈ ശുശ്രൂഷ സമയത്ത് നിങ്ങളുടെ മക്കൾ ദൂരങ്ങളിലായിരിക്കും. ആ മക്കളെ ഓർത്ത് കർത്താവിന് കൊടുക്കണം. കർത്താവെ, എൻ്റെ മകനെയും മകളെയും ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, എൻ്റെ മകനിനും മകളിലും ഇടപെടണമേ. അവരായിരിക്കുന്നിടങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവ് അവരിൽ ഇടപെടട്ടെ. അപ്രകാരം സമർപ്പിച്ചവര് നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് അവരെ അനുഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ മേലൊരു മുദ്ര ചാർത്തി ദൈവത്തിന് മുമ്പിൽ നമ്മൾ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ശുശ്രൂഷ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാലോ? കണ്ണുകളടച്ച് പ്രാർത്ഥിക്കണം. ഇന്ന് നിന്റെ കുടുംബ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, ആ കുടുംബ അവസ്ഥയിൽ കർത്താവ് അനുഗ്രഹം ചൊരിയും. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കണം. വളർന്നു വരുന്ന തലമുറയെക്കുറിച്ച് നമുക്കൊരു ശ്രദ്ധയുണ്ടായിരിക്കണം. അവരുടെ വളർച്ചയിൽ നമുക്ക് ശ്രദ്ധ വേണം. അലസതയ്ക്ക് അടിമപ്പെട്ട് ജീവിതത്തിലെ സകല നന്മകളും നഷ്ടപ്പെടുത്തി നമ്മുടെ മക്കൾ ജീവിക്കാൻ പാടില്ല. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കുമ്പോൾ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളെ നിങ്ങളൊരു ത്യാഗം ഏറ്റെടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയാണ് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ദൈവത്തിന് മുമ്പിൽ നന്നായിട്ട് തലയ്ക്ക് മുകളിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോളൂ. നിങ്ങളുടെ മകനോ മകളോ അവരായിരിക്കുന്ന അവസ്ഥകളെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ നമ്മൾ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്ന സമയം, ഇന്ന് നിന്റെ മനസ്സിലെ ഭാരം എന്താണോ ആ ഭാരത്തെ ഒരു സ്തുതിപ്പാക്കി മാറ്റുക. ഒരുപക്ഷെ മകൻ മദ്യപാനത്തിനും ചീത്ത കൂട്ടുകെട്ടിനും അടിമയായിരിക്കും. അവ സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ മകനിൽ കർത്താവ് ഇടപെടും. എൻ്റെ മകൻ ഒരുപക്ഷെ അനുസരണക്കേടിൻ്റെ വലിയൊരു പീഡയിലായിരിക്കും. മകൾ ഒരുപക്ഷെ തെറ്റായ സ്നേഹബന്ധങ്ങളിലായിരിക്കും. തോന്നിയതുപോലെ നടക്കുന്നു. ഒരുപക്ഷെ ചില കുടുംബങ്ങളിൽ ചില മക്കൾ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നു. പുറത്ത് പറയാൻ പറ്റാത്ത വണ്ണം നാണക്കേടും ഭാരവും കൊണ്ട് സങ്കടപ്പെട്ട് കഴിയുന്ന അനേക മാതാപിതാക്കളുണ്ട്. മക്കള് മാതാപിതാക്കളെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്ന കുടുംബങ്ങൾ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒരു ത്യാഗം ഏറ്റെടുത്ത് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, ദൈവമേ ദൈവമേ, എൻ്റെ കുടുംബത്തില് വലിയൊരു അഭിഷേകം സംഭവിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തില് വലിയൊരു അഭിഷേകം സംഭവിക്കപ്പെടട്ടെ. കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തിലുള്ള സകല തിന്മയുടെ നാരിക ശക്തികളും എടുത്തു മാറ്റപ്പെടട്ടെ. കർത്താവിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തുതിപ്പിന്റെ വരമിന്നെന്നിൽ നിറഞ്ഞു കവിയുന്നു. പാപാന്ധകാരമെല്ലാം നീങ്ങിപ്പോകുന്നു. സെഹിയോന്റെ മട്ടുപ്പാവിൽ അഗ്നിതന്നാവുകളായി ആഗതനായൊര പരിശുദ്ധാത്മാവേ,
സെഹിയോന്റെ മട്ടുപ്പാവിൽ അഗ്നി തന്നാവുകളായി ആഗതനായുര പരിശുദ്ധാത്മാവേ